നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മുൻകാലങ്ങളിൽ വളരെ ചുരുക്കമായി കേട്ടിരുന്ന അല്ലെങ്കിൽ കണ്ടുവന്നിരുന്ന ചില അസുഖങ്ങളുണ്ട്. എന്നാൽ അത് പുതുതലമുറയിൽ പ്രായഭേദമന്യേ കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് മൂത്രാശയ കല്ലുകൾ. മൂത്രാശയ കല്ലുകൾ എന്നാൽ എന്താണ്? ഇവ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ആയുർവേദ പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തൃശൂർ ഔഷധി പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ സൂപ്രണ്ടായ ഡോക്ടർ KS രജിതൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ മൂത്രാശയ കല്ലുകൾ നമ്മൾ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലും ഒക്കെ കണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ പോലും ഇത്തരം പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ മൂത്രാശയ കല്ലുകൾ? ഇപ്പോൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു മഹാരോഗങ്ങളിലൊന്നായിട്ടാണ് മൂത്രാശയ കല്ലുകളെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ മൂത്രാശയം എന്ന് പറഞ്ഞാൽ ബ്ലാഡർ, 2 കിഡ്നികൾ, യൂറിറ്റേഴ്സ്, ഇതൊക്കെ കൂടി ചേർന്നാണ് മൂത്രാശയം. അപ്പോൾ ഇവിടെ കല്ലുകൾ ഫോം ചെയ്യുന്നതാണ് മൂത്രാശയ കല്ലുകൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത ശൈലി രോഗമായി തന്നെ ആയി മാറിക്കൊണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ മുൻപൊക്കെ ഈ വളരെ പ്രായമായവരിലും ഒക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. ഇന്നിപ്പോൾ ചെറുപ്പക്കാരിലും ഇത് കൂടി വരികയാണ്. ഇന്നലെ പോലും ഹോസ്പിറ്റലിൽ ഒരു ചെറുപ്പക്കാരൻ മൂത്രാശയക്കല്ലായിട്ട് വന്നു. അതും വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് വന്നത്. ഇപ്പോൾ ലോകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ വർഷവും 19,000-ത്തിലധികം പേര് ഈ കല്ലുകൾ ഒരു മരിക്കേണ്ട രോഗമല്ല, എന്നാൽ പോലും 19,000-ൽ കൂടുതൽ ആൾക്കാർ ഓരോ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത് മൂത്രാശയ കല്ലുകൾ. അത് പലപ്പോഴും നിസ്സാരമായിട്ട് എടുത്തിട്ട് അതുകൊണ്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ ഇത് അസുഖം കൂടിയ സമയത്ത് നമ്മളിതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കുന്നത്. അപ്പോൾ അതന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ നമ്മുടെ ജീവിത രീതികൾ, അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാത്തതും മൂത്രാശയ കല്ലുണ്ടാവാൻ കാരണമാണ്. ഇപ്പോൾ ജീവിത രീതിയിലെ മാറ്റങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. ഇപ്പം കല്ലുകൾ ഉണ്ടാകാനുള്ള പ്രത്യേക സാഹചര്യങ്ങൾ അതെന്താണ്? കൂടുതൽ അതിനെ കാര്യമായി ബാധിക്കുന്ന ഏരിയ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം. ഇപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി തന്നെ മാറിക്കഴിഞ്ഞു. നമ്മൾ നമ്മുടേതായ ഭക്ഷണ രീതിയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പാശ്ചാത്യരും പൗരസ്ത്രീയും നമ്മൾ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് തന്നെ നമ്മുടെ ആഹാരത്തിലുള്ള വ്യത്യാസം, നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാം, കുളിച്ചില്ലെങ്കിൽ സ്ഥിരമായിട്ട് കുളിച്ചാൽ കല്ല് വരില്ല എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതേമാതിരി വെള്ളം കുടിക്കാത്ത അവസ്ഥ. ഇപ്പോൾ നമ്മൾ വെള്ളമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറവാണ് കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത്. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്, വെള്ളം കുടിക്കുന്നത് കുറവ്. പിന്നെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാലും മൂത്രം ഒഴിക്കാണ്ടിരിക്കുക. പിന്നെ അതിപ്പോൾ നമ്മൾ ഒരു വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. പല ഈ സ്ഥാപനങ്ങളിലും ഈ ശൗചാലയങ്ങൾ കൃത്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പല പെണ്ണുങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാണ്ടിരിക്കുക. ഓഫീസിൽ പോയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ടോയ്ലറ്റ് യൂസ് പോവില്ല, വെള്ളം കുടിക്കുകയില്ല. വെള്ളം കുടിച്ചാൽ ബാത്റൂമിൽ പോകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക, വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം നമുക്ക്. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ചോദിച്ചോളൂ. ഞാൻ ഡിസിൽവാണ്. പിന്നെ ഞാൻ മാളെന്ന് വിളിക്കുന്നത്. എനിക്ക് അറിയേണ്ടത്, പിന്നെ എൻ്റെ ഈ ഗോൾ ബട്ടൽ സ്റ്റോൺ ഒരു 1.5 വർഷം മുന്നേ സ്കാൻ ചെയ്തപ്പോൾ കണ്ടിരുന്നു. അപ്പം അത്ര കാര്യമാക്കിയില്ല. അപ്പം ഡോക്ടറിനെ പറഞ്ഞു, ഈ പിന്നെ കാൽസ്യം ഓക്സിലേറ്റർ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കട്ട് ചെയ്യണം. പിന്നെ കടൽ മീൻ, അതായത് ചെറിയ മത്സ്യം കട്ട് ചെയ്യണം, പറയില്ല. പിന്നെ കടലിന്മക്കായ, ഈ പിന്നെ ചെമ്മീനൊക്കെ ഒഴിവാക്കണം. അങ്ങനെ എല്ലാം ഞണ്ട് അതൊക്കെ പോവുകയാണ്. ഇപ്പം ബാക്ക് സൈഡില് പിന്നെ കൈ ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാല് കൈ വലുതേറിന് മുട്ടുന്ന ആ ഭാഗത്ത്, അതായത് ഏകദേശം കരളിന്റെ ഒക്കെ ബാക്കിലായിട്ട് വരും. അവിടെ ഒരു പെയിൻ വരുന്നുണ്ട്. ഇനിയിപ്പം എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ പറഞ്ഞ രോഗം പറയുന്നത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണ്. മൂത്രാശയം, ഈ കിഡ്നികൾ, യൂറിറ്റേഴ്സ്, ബ്ലാഡർ, ഇതിനെ സംബന്ധിക്കുന്നതാണ് മൂത്രാശയം. ഗോൾ ബ്ലാഡർ സ്റ്റോണും ഇതും തമ്മിൽ ബന്ധമില്ല. എങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ ഈ കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക, ഇതൊക്കെയാണ്. പിന്നെ വെള്ളം നന്നായി കുടിക്കുക, ഇങ്ങനെ പ്യൂരിഫിക്കേഷൻ്റെ ഇതുകളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്.
അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ആ കോളും കട്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ഇപ്പോൾ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ വേറെ എന്തെല്ലാമാണ് യൂറിറ്ററിൽ ഉണ്ടാകുന്ന സ്റ്റോണുകൾ. ഇപ്പം കിഡ്നി സ്റ്റോൺ പൊതുവായിട്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ഇതാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും കിഡ്നി സ്റ്റോണുമായിട്ടാണ് വരുന്നത്. അതെ അതെ. ഇപ്പം പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് മൂത്രാശയം. അതിന്റെ ഒരു കാരണം ഒന്ന്, നമ്മൾ അവിടെ ജീവിക്കുന്നത് തന്നെ അവർ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിയർക്കുന്ന കാലാവസ്ഥയിൽ ജീവിക്കുക, വിയർക്കുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുക, പിന്നെ വെള്ളം കൂടുതൽ കുടിക്കാതിരിക്കുക, പിന്നെ അവരുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം. അവിടെ മിക്കവാറും നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് പോയപ്പോഴും കണ്ടത് നോൺ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ പച്ചക്കറി കുറവാണ്. പച്ചക്കറിയിൽ തന്നെ ഇലക്കറികളോ ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ സ്റ്റോൺ കൂടുതലായിട്ട് ഫോം ചെയ്യാൻ കാരണമാവുന്നുണ്ട്. ജലാംശം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അല്ലേ? ജലാംശം കൂടുതലുള്ള ഭക്ഷണം. കാരണം നമ്മൾ പഴയ കാലത്ത് കഞ്ഞിയൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളോ വലിയവരോ ഒന്നും കഞ്ഞി കുടിക്കാൻ താല്പര്യപ്പെടും. കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുതലായി കിട്ടും. അപ്പോൾ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് മൂത്രാശയക്കല്ല് മാത്രമല്ല പല രോഗങ്ങൾക്കും കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം, കാരണം നമ്മൾ ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. ഒരു 2 ലിറ്റർ മൂത്രമെങ്കിലും പുറത്തേക്ക് പോയിരിക്കണം. നമ്മൾ വെള്ളം കുടിക്കുന്ന മുഴുവൻ വിയർത്ത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ വെളിച്ചെണ്ണ തേച്ച് എണ്ണ തേച്ച് കുളിക്കുന്നത് പോലും മൂത്രാശയക്കല്ല് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. കാരണം ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ എണ്ണയൊക്കെ പറ്റി കുളിച്ചാൽ. പലപ്പോഴും ആയുർവേദ ചികിത്സകളെ കുറിച്ച് എപ്പോൾ പറയുമ്പോഴും ജീവിതശൈലിയാണ് ആയുർവേദം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, മൂത്രാശയ കല്ലുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു ഒരു ജീവിതശൈലി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു അല്ലേ? ഏത് തരം ജീവിതശൈലി ഉള്ളവരിലാണ് ഇത് കുറവായി കാണുക? ശരിയായ രീതിയിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ ദിനചര്യകളും ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, കാരണം രാവിലെ അതിരാവിലെ എണീക്കുക, ശരിയായ രീതിയിൽ പല്ല് തേക്കുക, എണ്ണ തേച്ച് കുളിക്കുക, പിന്നെ ശരിയായ രീതിയിൽ നമ്മുടെ ഈ ഭൂമധ്യരേഖയിൽ താമസിക്കുന്ന ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ഓരോ ദിവസവും കഴിക്കേണ്ട നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക. ഇപ്പോൾ ഈ പുറമേ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം അല്ല. ഇപ്പോൾ ഈ പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ, ബർഗർ അങ്ങനത്തെയുള്ള സാധനങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടേതായ ജീവിത രീതി, നമ്മുടെ പരമ്പരാഗതമായ ജീവിത രീതി പോയി കഴിഞ്ഞാൽ കുറേ കല്ലുകൾ വരുന്നത് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. മൂത്രാശയ കല്ലുകൾ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ലോകത്ത് തന്നെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ശരിക്കും മരിക്കേണ്ട ഒരു കാരണമൊന്നുമല്ല ഇതെന്ന്. അതേസമയം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെയാണ് പലരും അസുഖം എന്താണ് എന്ന് അറിഞ്ഞ് ചികിത്സിക്കാൻ പോകാത്തത്. എന്തെല്ലാം തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും? ഇപ്പം മൂത്രാശയക്കല്ല് വന്നാൽ പ്രധാനമായിട്ട് കാണുന്നത് മൂത്രത്തിന് തടസ്സം ഉണ്ടാവുക, പിന്നെ മൂത്ര അവയവങ്ങൾക്ക് വീർപ്പുണ്ടാവുക, ആ ഭാഗങ്ങളിൽ പെട്ടെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ബാക്ക് ഭാഗത്ത് ഈ ശക്തമായിട്ടുള്ള ഇടവിട്ടുള്ള വേദന വരും. നമുക്ക് അതിൽ നിന്ന് തന്നെ പിന്നെ അത് കൂടാതെ പ്രധാനമായിട്ടും മറ്റേ നമുക്ക് പെട്ടെന്ന് ചാടിയണീക്കും, ചാടിയണീറ്റൊക്കെ എടുക്കാൻ തോന്നും. ഇപ്പോൾ ഒരു ചെമ്മീൻ പോലെ നമ്മൾ ഇങ്ങനെ വളഞ്ഞു പോകും വേദന കൊണ്ട്, വേദന സഹിക്കാതെ. പിന്നെ ഛർദി ഉണ്ടാവാം, പിന്നെ രുചിക്കുറവ്, പനി ഒക്കെ ചിലവരിൽ കാണാം. പിന്നെ മൂത്രത്തിന് തീക്ഷ്ണമായുള്ള ഗന്ധം, മൂത്രം കെട്ടി നിന്നിട്ട്, ഇങ്ങനെയുള്ള സാധാരണ കാണാവുന്ന ഈ ലക്ഷണങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ സമയത്ത് നമ്മൾ വേദന സംഹാരി കൊടുത്ത് പലപ്പോഴും നമ്മൾ അറിയാണ്ട് വേദന എന്നുള്ളതിൽ ഇതാവും. അപ്പോൾ അത് വിദഗ്ധരായ ഡോക്ടറെ കണ്ട് അത് നമ്മൾ ഏത് തരത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്യേണ്ടതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ മോന് 3 വയസ്സായി. ഇപ്പൊ മൂത്രയിക്കുമ്പോ ഫുള്ള് ബ്ലഡ് ആണ് പോകുന്നത്. എനിക്ക് വേദനയൊന്നുമില്ല, ഫുള്ള് മൂത്രയിക്കുമ്പോ ബ്ലഡ് മാത്രം. ഹലോ. പറയും. ഹലോ. ഹലോ. ബ്ലഡ് പോകുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചിരുന്നോ? കാണിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് പിന്നെ ആദ്യം പറഞ്ഞ മൂത്രത്തിൽ കല്ലാന്ന്, പക്ഷെ എനിക്ക് വേദന ഇല്ലാന്ന് പറഞ്ഞ് സ്കാനിങ് ചെയ്തിട്ട് പറഞ്ഞു അണുക്കളെ പ്രശ്നമാണ്. പഴുപ്പ് ഉണ്ടായാലും ഇങ്ങനെ വേദനയും ഇതൊക്കെ വരാം. പിന്നെ അത് തന്നെ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ കല്ലായി ഫോം ചെയ്യാം. അപ്പോൾ കുട്ടി വെള്ളം നന്നായി കുടിക്കാൻ പറയുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയായതുകൊണ്ട് ഇളനീർ വെള്ളത്തിൽ ഏലക്കായുടെ കുരു പൊടിച്ചിട്ടിട്ട് കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അണുബാധ പോകാൻ ഏറ്റവും നല്ലതാണ് ഏലക്കായുടെ കുരു കരിക്കും വെള്ളത്തിൽ, ഇളനീർ വെള്ളത്തിൽ പൊടിച്ചിട്ടിട്ട്
ദിവസവും പല പ്രാവശ്യമായിട്ട് കുടിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ അണുബാധ ഇല്ലാണ്ടാവാം. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ഏലക്കായ കുരു പൊടിച്ച് ദിവസവും കുടിക്കുന്ന വെള്ളത്തിൽ ചേർക്കുന്നത് അപ്പോൾ നല്ലതാണ്? അതെ, ഇളനീരാകുമ്പോൾ കൂടുതൽ പെട്ടെന്ന് മൂത്രം പോകാൻ സാധ്യത, പിന്നെ കുട്ടിക്ക് ക്ഷീണം ഉണ്ടാവില്ല, ഒരു നല്ല ശരീരക്ഷീണം മാറാൻ നന്നായിരിക്കും. ഡോക്ടർ, ഇപ്പം മൂത്രാശയ കല്ലുകളുടെ രോഗനിർണയ മാർഗവും പ്രധാനമാണല്ലോ. നമ്മൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് രോഗനിർണയം ഏത് രീതിയിലാണ് നടത്തുക എന്നുള്ളതാണ്? ഇപ്പോൾ ആയുർവേദ രീതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പ്രത്യേകിച്ച് ബാക്കിലും ഈ യൂറിറ്റേഴ്സിൻ്റെ ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുക, പിന്നെ ഈ കെടുക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്ക് ഒരു എക്സ്പെർട്ടായുള്ള ആൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇത് മൂത്രാശയം ഇതിന് പെട്ടെന്ന് ചെയ്യാവുന്ന പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന കല്ലുകൾ കാൽസ്യം ഓക്സലേറ്റും യൂറിക് ആസിഡാണ്. ഇതുവരെ ഉള്ള ഇത് നോക്കുമ്പോൾ കാൽസ്യം ഓക്സലേറ്റും യൂറിക് ആസിഡുമാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന കല്ലുകൾ. അപ്പോൾ അത് നമുക്ക് രക്തം പരിശോധിച്ചും 24 അവർ യൂറിൻ അനാലിസിസ് ചെയ്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ടും അൾട്രാസൗണ്ട് സ്കാനിങ് കൂടെയും ഈ സ്റ്റോൺ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? മനസ്സിലാക്കാൻ കഴിയും. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, പറയ്. എനിക്ക് ഈ 3 മാസം മുമ്പ് ഇതുപോലെ വേദന വന്നിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിരുന്നേ. പറയ്. അപ്പോ ഒരു റൈറ്റ് കിഡ്നിയില് ഒരു 9 mm കല്ലുണ്ട് സ്റ്റോൺ പറഞ്ഞു. അപ്പോ അവര് മരുന്നൊക്കെ തന്നിരുന്നു. ഇത്ര ദിവസത്തെ വേദനയൊന്നുമില്ല. ഇനി അത് പോയിട്ടുണ്ടാവോ അറിയില്ലേ. അപ്പൊ എന്താ ആയുർവേദത്തിന് വല്ല മരുന്ന് കഴിച്ചാൽ പോവോന്ന് ചോദിക്കാനേ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ ജോലി? പലരും ജോലിനെ ആശ്രയിച്ചിരിക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ആശ്രയിച്ചിരിക്കും. ഏത് തരം കല്ലാന്ന് നമുക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതല്ലേ, എനിക്ക് കടയാണ്. അപ്പോൾ നമ്മൾ 3 ലിറ്ററെങ്കിലും വെള്ളം ദിവസം കുടിക്കണം. ഹലോ, ധാരാളം വെള്ളം കുടിക്കും. 3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ഒരു 3 മാസം. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഷുഗറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇളനീര് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു കഷായമുണ്ട്, വീരതരാതി കഷായം. അത് വീരതരാതി. പിന്നെ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് സ്റ്റോണാന്ന് ഡയഗ്നോസിസ് ചെയ്തിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ചികിത്സിക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. ഇപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണെങ്കിൽ കാൽസ്യം ഓക്സലേറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കുക, ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റോൺ അലിഞ്ഞു പോകും. കാൽസ്യത്തിൻ്റെ ഓക്സലേറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ സ്റ്റോൺ ഓട്ടോമാറ്റിക്കായിട്ട് അലിഞ്ഞു പോകും. അതോടൊപ്പം തന്നെ ഈ മരുന്നും കൂടി കഴിക്കുക. പിന്നെ ദിവസവും പറയും. നമ്മളുടെ ആളുകൾ ഈ കല്ലുരുക്കി പറഞ്ഞൊരു ചെടിയുണ്ട്, അതിനെ വേര് ഈ അരച്ചിട്ട് പാലിൽ കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കൃത്യമായി ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരാതിരിക്കാനും സൗകര്യപ്പെടും. കഴിക്കുന്നതിന് ദോഷമില്ല. പക്ഷേ ഇതേമാതിരി ചെയ്താൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ, എൻ്റെ പേര് മൻസൂർ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ദിവസം രാത്രി നമ്മൾ യൂറിയ ഒഴിച്ച ഫുള്ള് ബ്ലഡ് ആയിരുന്നു. ഹലോ, അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോ നമ്മള് സ്കാൻ ചെയ്ത സമയത്ത് 5 സ്റ്റോൺ ഉണ്ടായിരുന്നു, കിഡ്നി, റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് കിഡ്നിയിൽ കൂടിയിട്ട് 5 സ്റ്റോൺ. ബാൽഡറിലും ഉണ്ടായിരുന്നു ഒരെണ്ണം. അങ്ങനെ മെഡിസിനൊക്കെ അപ്പൊ ഇങ്ങനെ കൊഴുപ്പുള്ള സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ ബീഫ്, അങ്ങനെ മീന്, കുറെ ഐറ്റം ഇങ്ങനെ പറഞ്ഞിരുന്നു സാറ്. പിന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാൽഡറിലുള്ള ഒരു കല്ല് നമുക്ക് തന്നെ നമ്മൾ മൂത്രം പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെ കണ്ടു തെറിച്ചു വന്നത്. പിന്നെ അതിനുശേഷം പിന്നെ വേദന ഉണ്ടായിരുന്നു. നമ്മള് പെട്ടെന്ന് ഇങ്ങനെ രാത്രി ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഞെട്ടി ഉണർന്നിട്ടുള്ള ഭയങ്കര കഠിനമായുള്ള വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു ഗുളിക തന്നിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ ചുരുക്കി പറയോ? ഇപ്പോ വേദന ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വരില്ല. അപ്പൊ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയൊരു ചില സമയങ്ങളിൽ മാത്രം ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കല്ല് മുഴുവൻ പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആ തെറിച്ചു പോയ കല്ലെടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലാബിൽ കൊണ്ടുപോയി അത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏത് തരം സ്റ്റോണാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏതൊക്കെ ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചികിത്സയുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ വേഗത്തിൽ അസുഖം മാറുകയും ചെയ്യും.
അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എന്റെ മോന് വേണ്ടിയാണ് ഞാൻ ഈ ഫോൺ വിളിക്കുന്നത്. പുള്ളി 24 വയസ്സുണ്ട്, ഷാർജ വർക്ക് ചെയ്യുക. ഇപ്പൊ പുള്ളിക്ക് പിന്നെ ഒരു സ്റ്റോണിന്റെ പ്രശ്നമായിട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന വിഷയ. പക്ഷെ ഇപ്പൊ പെട്ടെന്നായിട്ട് ഒരു പെട്ടെന്ന് മൂത്രം പോവും. പിന്നെ മൂത്രം ഒഴിക്കുമ്പോ ഒരു എരിച്ചിൽ പോലെ. അപ്പോൾ അതൊന്ന് യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ആണോ? മൂത്രത്തിൽ വല്ല പഴുപ്പുണ്ടോ എന്നൊക്കെ അറിയുന്നത് നന്നായിരിക്കും. അപ്പം ഡോക്ടർ, ഇപ്പം ആയുർവേദ ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ പുതിയ തലമുറ പറയുന്ന ഒരു കാര്യം, ഇതെങ്ങനെ അസുഖങ്ങൾ ഡോക്ടേഴ്സ് ലക്ഷണങ്ങൾ കണ്ടൊക്കെയല്ലേ ചികിത്സിക്കുന്നത്, എങ്ങനെയാണ് കൃത്യമായിട്ട് ഇത് അറിയാൻ കഴിയുക, ഡയഗ്നോസിസ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ പലർക്കും ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ലക്ഷണം, ദർശനം, സ്പർശനം, പ്രശ്നം ഇതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ മൂത്രാശയ കല്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് കാണാണ്ട് തന്നെ പറയാൻ പറ്റും ഇതെങ്ങനെയാണെന്ന്. പക്ഷേ നമുക്ക് മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് പലതും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കും. ഇപ്പോൾ മൂത്രാശയ കല്ലിൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ലാബറട്ടറി പരിശോധന, ഇപ്പോൾ ഏത് സ്റ്റോണാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ അത് കുറേ കൂടി നന്നായിരിക്കും, രോഗിക്കും നന്നായിരിക്കും. കാരണം ഇനി അവർക്ക് ആ സ്റ്റോൺ വരാതിരിക്കാൻ നിങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ ഇപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വേണ്ട, കഴിക്കേണ്ട, നമ്മൾ കഴിയുന്നു കുറയ്ക്കുക അതിൻ്റെ അളവ്. ഇപ്പോൾ ഈ നമ്മൾ പല ഇതിലും പറയും ഉണ്ണിപ്പിണ്ടിയൊക്കെ ഓക്സലേറ്റ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ റിസർച്ച് നടത്തിയാൽ ഈ ഉണ്ണിപ്പിണ്ടി കഴിക്കുമ്പോൾ ഓക്സലേറ്റ് സ്റ്റോൺ ഉള്ളവരാണെങ്കിൽ ഓക്സലേറ്റിൻ്റെ അളവ് ബ്ലഡിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ പലരും ഇത് അറിയാണ്ട് എല്ലാ സ്റ്റോണിനും ഉണ്ണിപ്പിണ്ടി കഴിക്കാം. ഇപ്പോൾ കാൽസ്യം അല്ല മറ്റേ യൂറിക് ആസിഡ് സ്റ്റോണിനാണെങ്കിൽ ഉണ്ണിപ്പിണ്ടി കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട്, അപ്പോൾ ആയുർവേദത്തിൻ്റെ മറ്റെല്ലാത്തിലും നമ്മൾ ഡയഗ്നോസിസ് കൃത്യമായിട്ട് പരിശോധനാക്രമം നടത്തിയിട്ട് നൂതനമായിട്ടുള്ള രോഗം, ഇപ്പോൾ എക്സ്റേ, സ്കാനിങ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഈ യൂറിനറി സ്റ്റോണിൻ്റെ കാര്യത്തിന് വളരെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ നോക്കി ചികിത്സിക്കുമ്പോൾ. അത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ആയുർവേദത്തിനും അത് നല്ലതായിരിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ഹലോ സാർ. പറയൂ. ഞാൻ ഒരു സ്റ്റോണിന്റെ അസുഖം ഉണ്ടായിട്ട് എനിക്ക് ഗുളിക കഴിച്ചതിന് ഒരു 3 വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം മുമ്പ് വീണ്ടും അതേ പ്രശ്നം വന്ന് ഞാൻ വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേന്. ഇപ്പൊ അതിന്റെ ഇടക്ക് പിന്നെ ഈ മരുന്ന് കഴിച്ച് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലേന്. പിന്നെ ഇടക്കിടക്ക് ഈ ഊരന്റെ ഉള്ളുകൂടെ അത് നാവിയുടെ ഭാഗത്ത് ഇടത്തെ സൈഡിൽ ചിലപ്പോൾ വലത്തെ സൈഡിൽ ഇങ്ങനെ മാറി മാറി കളിച്ചും കൊണ്ട് ഒരു വേദന വരാറുണ്ട്. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വേദനയാണ്. അത് 2 സെക്കൻഡ് അല്ല 5 സെക്കൻഡ് ഒക്കെ ഉണ്ടാവും. അത് എന്താന്നുള്ള മനസ്സിലായില്ല. പിന്നെ ചില സമയത്ത് മൂത്രത്തിന്റെ കുറവുണ്ട് അളവില്. അപ്പൊ അത് ഞാൻ വെള്ളം കൂടി ശരിക്കുള്ള കൺട്രോൾ അല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അന്നേരം കുറച്ച് വെള്ളം നന്നായിട്ട് കഴിക്കാറുമുണ്ട്. അപ്പൊ പിന്നെ എല്ലാ ദിവസവും ഒന്നുമില്ല, ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ. യൂറിക് ആസിഡ് ഞാൻ മുമ്പ് ചെക്ക് ചെയ്ത് 3 എന്തോ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളേ. അപ്പൊ ഞാന് ബാർബർ ഷോപ്പ് അതിന് മുമ്പ് വിദേശത്ത് അതിന് കുറച്ച് കാലം നാട്ടിലാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്യുക ഇതിനെക്കുറിച്ച്. ഇപ്പോൾ ഇത് തന്നെയാണോ എന്ന് കണ്ടെത്തുമ്പോൾ സ്കാനിങ് അങ്ങനെ എന്തൊരു രീതി നോക്കിയിട്ട് പരിശോധന നടത്തി ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഗൾഫിലുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നവർക്കും ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കാണ് സ്റ്റോണിൻ്റെ ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ നമസ്കാരം, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്റെ മകന് വേണ്ടിയാണ്. എന്റെ മകന് യൂറിക് ആസിഡ് കുറച്ച് ഹൈ ആണെന്ന് പറഞ്ഞു. ഏത് തരം ഭക്ഷണം കഴിക്കാം, ഏത് തരം ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒന്ന്. എത്ര വയസ്സായി? 31 വയസ്സായി. ജോലി അവൻ എഞ്ചിനീയർ ആണ്. 31 വയസ്സാ? 31 വയസ്സ്. അപ്പൊ ആള് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ആള് ഭക്ഷണം ഇപ്പൊ കുറെ കൺട്രോൾഡ്. യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കലർന്ന ഭക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ ഇതൊക്കെ കുറയ്ക്കുക. പിന്നെ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇതൊക്കെ കുറയ്ക്കുക. ഇതൊക്കെ കുറച്ചാൽ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയും. ഇപ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺ കൂടുതലായി കണ്ട് പിന്നെ അതുമാത്രമല്ല അത് പലതരത്തിലുള്ള മറ്റു രോഗങ്ങൾക്കും കാരണമായി തീരും. ഇപ്പോൾ ഗൗട്ട് തുടങ്ങിയ ഇതിനൊക്കെ കാരണമായി തീരും. പിന്നെ വെള്ളം നന്നായി കുടിക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ ഈ മൂത്രത്തിൻ്റെ ആൽക്കലൈൻ ആക്കി മാറ്റുക, അസിഡിക് മാറ്റിയിട്ട് വെള്ളം നന്നായി കുടിക്കുക.
അതൊക്കെ ചെയ്താൽ മതി. ഡോക്ടർ അടുത്തൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ പലരും പല രീതിയിലാണ്. ഇപ്പോൾ പുതിയ തലമുറ വെറുതെ വെള്ളം ശുദ്ധജലം കുടിക്കുക എന്നുള്ളതിനോട് ഒരു മടിയാണ്. നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കുടിക്കുകയാണ് പതിവ്. അത് എങ്ങനെയാണ്, എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്? മൂത്രാശയ കല്ലുകൾക്ക് അത് കാരണമാകുന്നുണ്ടോ? ഇപ്പോൾ ഈ കോള തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പറയുന്നത് ചെടികൾക്കൊക്കെ മരുന്ന്, ഈ ഇൻഫെക്ഷൻ ഒന്നൊക്കെ വരാണ്ട് അടിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. വീട് തുടയ്ക്കാൻ പറ്റുന്ന പറയുന്നുണ്ട് കോളകളൊക്കെ ഉപയോഗിച്ച്. ഈ കോളയിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളൊരു സാധനം ഫോസ്ഫറസ് ആണ്. അത് ഫോസ്ഫറസ് ആയിട്ടുള്ള ബന്ധപ്പെട്ട സ്റ്റോൺ നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് കോളയൊന്നും അധികം കുടിക്കാണ്ടിരിക്കാനാണ് പ്രകൃതിദത്തമായുള്ള പാനീയങ്ങൾ, പ്രത്യേകിച്ച് കാൽസ്യം സ്റ്റോണൊക്കെ ഉള്ളവരാണെങ്കിൽ കാൽസ്യം സിട്രേറ്റ് ആയി മാറാൻ ചെറുനാരങ്ങ വെള്ളം കുടിക്കാം. അതുമാതിരി പിന്നെ മഗ്നീഷ്യമുള്ളതാണ് ഈ നമ്മുടെ കരിക്കും വെള്ളം, ഇളനീര്. അപ്പോൾ അത് സാധാരണ വെള്ളം തന്നെ നമ്മൾ ശുദ്ധമായ വെള്ളം നന്നായി തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും നല്ലതാണ്. അങ്ങനെ വെള്ളം കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. കോള തുടങ്ങിയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഇതിന് നല്ലതല്ല കഴിക്കുന്നത്. അത് സ്റ്റോൺ ഫോം ചെയ്യാൻ കാരണമാവുന്നുണ്ട് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്കൊരു കിഡ്നി കംപ്ലൈന്റ് ആയത്, അതിപ്പോ എന്താ ചെയ്യാ? അത് ക്യാൻസർ വന്ന് ഇനിയിപ്പോ ഒരു കിഡ്നി ഇപ്പൊ എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ഇനി വീണ്ടും കല്ലുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അതെ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്ക്. അപ്പൊ നമുക്കറിയാൻ പറ്റും കല്ലുണ്ടോ. ഇളനീരിന്റെ വെള്ളം കുടിക്കാനല്ലേ? അതെ, അത് ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. കൃത്യമായി ഡയഗ്നോസ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ ക്രിയാറ്റിനും ബ്ലഡ് യൂറിയ ഇതൊക്കെ നോക്കണം, നല്ലതായിരിക്കും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു 2 തരം കല്ലുകളാണ് കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. ചികിത്സകളെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണും യൂറിക് ആസിഡ് സ്റ്റോണാണ്. കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇപ്പോൾ ഈ ഇലക്കറികളുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം. ഏത് സാധനം കൂടുതലായി കഴിച്ചാൽ നമുക്കത് ഇതായിട്ട് വരും. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കൂടുതലായി കഴിക്കുക. പിന്നെ ഈ യൂറിക് ആസിഡ് സ്റ്റോൺ പ്രധാനമായിട്ട് പ്രോട്ടീൻ കലർന്ന ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുക. പിന്നെ ഈ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ടൊക്കെ പിന്നെ പോർക്ക്, ബീഫ് ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രധാന ചികിത്സ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം 70% വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ അംശം നമ്മൾ കോൺസ്റ്റൻ്റാക്കി നിലനിർത്തണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറേ ഡീഹൈഡ്രേഷനാണ് നമുക്ക് കൂടുതൽ. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളതിന് പ്രധാനപ്പെട്ട ചികിത്സ. പിന്നെ അതോടൊപ്പം തന്നെ ഏതൊക്കെ കല്ലാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ. പ്രധാനമായിട്ടും ഒരു ഒറ്റമൂലി എന്നുള്ള പോലെ ചെയ്യാവുന്ന ഒരു വെള്ളം കുടിക്കാവുന്ന വീരതരാതി കഷായം, അത് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഏത് തരം കല്ലാണെങ്കിലും കുഴപ്പമില്ല. എന്നാലും അത് നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഏത് തരം സ്റ്റോണാണെന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ആ ഭക്ഷണം കൂടി ക്രമീകരിച്ചാൽ നമ്മൾ ഈ മരുന്നിൻ്റെ അളവ് തന്നെ കുറയ്ക്കാം. ആ ഭക്ഷണം ക്രമീകരിച്ചാൽ മതി പ്രധാനമായിട്ട്. അപ്പോൾ മരുന്നിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ദിവസം കുളിക്കുക. ശരീരത്തിൽ ഈ സ്റ്റോണൊക്കെ ഉള്ളവരാണെങ്കിൽ തണുപ്പുള്ള എണ്ണകൾ തേക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഭക്ഷണം ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ മഹാരോഗം എന്ന ആയുർവേദത്തിൽ പറയുന്ന സ്റ്റോണിനെ നമുക്ക് ഇല്ലാതാക്കാനും വരുന്നത് തടയാനും സാധിക്കുന്നതാണ്. ഒരു ചോദ്യം കൂടി ഡോക്ടർ. ഇപ്പം ആയുർവേദത്തിൽ പലതരം ചികിത്സകളുണ്ട്. പക്ഷേ ഈ ചിലരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അപ്പുറത്ത് ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് ചികിത്സിച്ചിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആള് ചികിത്സിച്ചു, ഇതൊക്കെ പറഞ്ഞിട്ട് ചില പച്ചമരുന്നുകളൊക്കെ സ്വയം ചികിത്സ അത് കാണുന്നുണ്ട്. വിശേഷിച്ച് ആയുർവേദ രീതികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം അതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തെറ്റായ പ്രവണതയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റോണിന് തന്നെ ചികിത്സിക്കുമ്പോൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയാണ് എപ്പോഴും നല്ലത്. നമുക്കിപ്പോൾ നെറ്റിൽ കൂടെയും മറ്റ് വാട്സാപ്പിൽ കൂടെയും പലതരം ഇതുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രഷറിന് മരുന്ന് കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല. ഒരു ഡോക്ടറെ കൃത്യമായിട്ടുള്ള വൈദ്യോപദേശം തേടിയിട്ട് ചെയ്യുന്നതാണ് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെയുള്ള ചികിത്സ ശരിയായ ചികിത്സയില്ല, അത് മറ്റ് രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കാരണമായി തീരും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.